ഗ്യാസ് ഇപ്പോൾ 4 കുറ്റി 5 കുറ്റി കിട്ടിയെന്നത് ഒരു കുറ്റി 2 കുറ്റിയൊക്കെയാണ് കിട്ടുന്നത്. ഷോർട്ടാകുമ്പോഴത്തേക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല, കാര്യം പൂട്ടേണ്ട സാഹചര്യം വരും. ഹോട്ടലിൽ പെട്ടെന്ന് വില കൂടാൻ പറ്റത്തില്ലല്ലോ. അതിനി ഒരുപാട് ഓവർ വിലയാണെങ്കിൽ കൂട്ടേണ്ട സാഹചര്യം വരും. നമസ്കാരം. രാജ്യത്ത് നിലനിൽക്കുന്ന പാചകവാതക വിതരണത്തിലെ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തെ ഹോട്ടലുകളുടെ പ്രവർത്തനത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിലയിലുണ്ടായ വർധനയും വിതരണത്തിലെ കുറവുമാണ് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടത്തുള്ള പ്രമുഖ ഹോട്ടലായ അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റിന് മുൻപിലാണ്. എന്തായാലും വലിയ രീതിയിൽ ഈ ഹോട്ടൽ സംവിധാനത്തെ അടക്കം ബാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഹോട്ടലുകാരോട് തന്നെ ചോദിക്കാം. ഈ പാചകവാതക വിതരണത്തിലടക്കം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നു. അടുക്കള പൂട്ടേണ്ട സാഹചര്യമാണോ? ചേട്ടാ, എന്താണ് നിലവിലുള്ളൊരു സാഹചര്യം? നിലവിലുള്ള സാഹചര്യം ഗ്യാസ് ഇപ്പോൾ 4 കുറ്റി 5 കുറ്റി കിട്ടിയെന്നത് ഒരു കുറ്റി 2 കുറ്റിയൊക്കെയാണ് കിട്ടുന്നത്. അത് ഷോർട്ടാകുമ്പോഴത്തേക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല, കാര്യം പൂട്ടേണ്ട സാഹചര്യം വരും. കൂടുതൽ വില ചോദിക്കുന്നുണ്ടോ? വിലയൊന്നും കൂടുതൽ ചോദിച്ചിട്ടില്ല. ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നവരാ, കാര്യം കമ്പനിയുടെ കൊണ്ടുവരുന്നവരാ. ഇന്നിപ്പം പിന്നെ പുതിയ കുറ്റി ഏതെങ്കിലും എടുത്തോ? ഇല്ല ഇന്നൊന്നും വന്നില്ല, ഇന്നൊന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. നിലവിലിപ്പോൾ എത്ര കുറ്റി ഉണ്ട് ഇവിടെ? ഇപ്പോൾ 2 കുറ്റിയെ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇന്നലെ എല്ലാം 4 വേണം. 4 ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറ്റി ഭാരത് ഇന്ത്യൻ ഓയിൽ. അതെ. അവരിപ്പോൾ എന്താണ് പറയുന്നത്? അവർ പറയുന്നത് ഷോർട്ടേജാണ്. അപ്പം എല്ലാം ഉള്ളത് എല്ലായിടത്തും കൊടുക്കണ്ടേ, അപ്പം അത് കണക്കാക്കി തരുള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടാതെ വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പൂട്ടേണ്ട സാഹചര്യത്തിൽ അത് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ മുതലാളി വിചാരിക്കുമല്ലോ പറ്റും. ഭക്ഷണത്തിൻ്റെ വില കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അവസ്ഥ പെട്ടെന്ന് ഹോട്ടലിൽ പെട്ടെന്ന് വില കൂടാൻ പറ്റത്തില്ലല്ലോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരും വില എത്ര കൂടിയാലും അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല. അതിന് ഒരുപാട് ഓവർ വിലയാണെങ്കിൽ കൂട്ടേണ്ട സാഹചര്യം വരും. എന്തായാലും ഈ ഗ്യാസിന് തിക്കും തിരക്കും ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. പേരെന്താ? ഹരികുമാർ. ഓക്കെ, ഹരികുമാർ ചേട്ടനാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇതാണ് സാഹചര്യം. രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നത്, അതിൻ്റെ ഒരു പ്രതിസന്ധിയുമെല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ ഹോട്ടലുകൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഇനിയിപ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ 99-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്നാണ് നമുക്ക് ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇറാൻ ഇസ്രയേൽ യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇന്ത്യയിലെ ഇന്ധന വിപണിയിൽ ആശങ്ക പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലും ഡൽഹി NCR മേഖലയിലും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ടത്. സമാനമായ രീതിയിലും തലസ്ഥാനത്തും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ഈ രീതി തന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടത്തെ അമ്പലപ്പാട് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ മുൻപെല്ലാം തന്നെ 4 ഗ്യാസ് കുറ്റികളാണ് ഉണ്ടാകാറുള്ളത്. നിലവിലിപ്പോൾ 2 എണ്ണമേ ഉള്ളൂ. അതിനെക്കൊണ്ട് നിലവിൽ പാചകം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്. കാരണം ഗ്യാസിന് വേണ്ടിയുള്ള പിടിവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് വന്നാൽ മാത്രമേ ഗ്യാസ് ലഭിക്കൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് നിലവിലിപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. യുദ്ധം മൂലം വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ ആളുകൾ കൂട്ടത്തോടെ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതാണ് തിരക്കിന് പ്രധാന കാരണമായി മാറുന്നത്. നിലവിൽ രാജ്യത്ത് പാചകവാതകത്തിന് ക്ഷാമമില്ല എന്നും ആവശ്യമായ സ്റ്റോക്ക് ലഭ്യമാണ് എന്നും കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും നിലവിൽ ക്ഷാമം നിലനിൽക്കുന്ന
നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് പ്രകാരം ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികൾ കൂടുതൽ അധികമായി ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും, എന്നിട്ട് വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിൽ കേരളത്തിൻ്റെ സാഹചര്യം ഇതാണ്. ഹോട്ടൽ മേഖല ഉൾപ്പെടെ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.